വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു കമ്പണൻറ്റിനെ കുറിച്ചാണ്. ഹാർഡ് ഡിസ്ക് ഡ്രൈവിനെ കുറിച്ചും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. എ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഓർ ഫിക്സഡ് ഡിസ്ക് is an electromechanical data storage device that stores and retrieves digital data using magnetic storage. മാഗ്നറ്റിക് സ്റ്റോറേജ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിജിറ്റൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യുകയും റിട്രീവ് ചെയ്യാനും വേണ്ടി സഹായിക്കുന്ന ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡേറ്റ സ്റ്റോറേജ് ഡിവൈസാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇത് ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസാണ്. നോൺ വോളറ്റൈൽ നേച്ചറിലുള്ള ഒരു ഡേറ്റ സ്റ്റോറേജ് ഡിവൈസാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ പവർ ഓഫ് ആയി കഴിഞ്ഞാലും ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞാലും ഈ ഡിവൈസിനകത്തുള്ള ഡേറ്റ അതേപോലെ തന്നെ ഉണ്ടാകും. അതാണ് നോൺ വോളറ്റൈൽ നേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഹാർഡ് ഡിസ്കിന് മേജറായിട്ടുള്ള കമ്പണൻസ് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് പരിചയപ്പെടാം. നിങ്ങളിപ്പോൾ ഫിഗറിൽ കാണുന്നത് ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ഇൻറ്റേർണൽ പാർട്ടാണ്. നമ്മളൊരു ഹാർഡ് ഡിസ്കിനകം നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ഹാർഡ് ഡിസ്കിന് പ്രധാനമായിട്ടുള്ള കമ്പണൻസ് എന്ന് പറയുന്നത് പ്ലേറ്റർ, സ്പിൻഡിൽ മോട്ടോർ, റീഡ് റൈറ്റ് ഹെഡ്, ആക്ച്വേറ്റർ തുടങ്ങിയവയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഓരോ പാർട്ടും അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു പ്ലേറ്റർ ഉണ്ടാവും, ഒരു സ്പിൻഡിൽ മോട്ടറുണ്ട്, റീഡ് റൈറ്റ് ഹെഡ് ഉണ്ട്, ഒരു ആക്ച്വേറ്റർ ഉണ്ട്. ഇനി നമുക്ക് ഈ ഓരോ കമ്പോണൻറ്റിൻ്റെയും ഫങ്ഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. ഇതിലാദ്യം നമുക്ക് എന്താണ് പ്ലേറ്റേഴ്സ് എന്നുള്ളത് നോക്കാം. ദ പ്ലേറ്റേഴ്സ് ആർ ദ സർക്കുലർ ഡിസ്ക് ഇൻസൈഡ് ദ ഹാർഡ് ഡ്രൈവ് where the ones and zeros that make up your files are stored. അതായത് നമ്മുടെ ഹാർഡ് ഡിസ്കിനകത്ത് ആക്ച്വലി നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന പാർട്ടാണ് പ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലേറ്ററിനകത്താണ് നമ്മുടെ ഡേറ്റ വൺസ് ആൻഡ് സീറോസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. പ്ലേറ്റേഴ്സ് ആർ മെയ്ഡ് ഔട്ട് ഓഫ് അലൂമിനിയം, ഗ്ലാസ് ഓർ സെറാമിക് ആൻഡ് ഹാവ് എ മാഗ്നറ്റിക് സർഫസ് in order to permanently store data. അപ്പോൾ ഈ പ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത് സർക്കുലാർ ഷേപ്പിലുള്ള ഡിസ്കുകളായിരിക്കും. അലൂമിനിയമോ ഗ്ലാസോ സെറാമിക് മെറ്റീരിയലോ ഒക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സർക്കുലാർ ഷേപ്പിലുള്ള ഡിസ്കുകളാണ്. ഇതിൻ്റെ സർഫസിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ടാവും. മാഗ്നറ്റിക് സർഫസാണ് അതിനുള്ളത്. അതിന് വേണ്ടിയിട്ടാണ്, അതിനകത്താണ്, ആ മാഗ്നറ്റിക് സർഫസിലാണ് ഡേറ്റ പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. On larger hard drives, several platters are used to increase the overall capacity of the drive. അപ്പോൾ ഇങ്ങനെ നമുക്കിപ്പോൾ ഒരു കപ്പാസിറ്റി അനുസരിച്ച്, നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നമ്പർ ഓഫ് പ്ലേറ്റേഴ്സ് കൂട്ടാം. അപ്പോൾ കൂടുതൽ കപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്ലേറ്റേഴ്സ് അതിനകത്ത് ഉൾക്കൊള്ളിക്കും. അപ്പോൾ ഈ പ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത് സർക്കുലാർ ഷേപ്പിലുള്ള ഡിസ്കുകളാണ്. അലൂമിനിയമോ ഗ്ലാസോ സെറാമിക് മെറ്റീരിയലോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സർഫസിനകത്ത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ പ്ലേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഫിഗറിൽ കാണുന്നത് ഒരു കപ്പാസിറ്റി കൂടിയ ഹാർഡ് ഡിസ്കിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയും നമ്പർ ഓഫ് പ്ലേറ്റേഴ്സ് ഇങ്ങനെ ഒരു സിലിണ്ടർ പോലെ അടുക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ നമ്പർ ഓഫ് പ്ലേറ്റേഴ്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് പ്ലേറ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ പ്ലേറ്ററിനെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ തന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു കൺസെപ്റ്റാണ് ട്രാക്ക് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. എ ഡിസ്ക് ഡ്രൈവ് ട്രാക്ക് is a circular path on the surface of a disk on which information is magnetically recorded and from which recorded information is read. അപ്പോൾ നമ്മൾ ഈ ഡിസ്കിനകത്ത് ഒരു മാഗ്നറ്റിക് ഡിസ്കിൻ്റെ ഒരു സർഫസ്, ഒരു പ്ലേറ്ററിൻ്റെ ഒരു സർഫസ്, ആ പ്ലേറ്ററിൻ്റെ സർഫസിൽ
സർക്കുലർ ആയിട്ടുള്ള കുറേ ഡിവിഷൻസ് ഉണ്ട്, കുറേ പാത്ത്സ് ഉണ്ട്. ആ പാത്തുകളിലാണ് നമ്മുടെ ഡേറ്റ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ സർക്കുലർ ഷേപ്പിലുള്ള പാത്തുകളെ, ആ ഡിവിഷനുകളെ വിളിക്കുന്ന പേരാണ് ട്രാക്കുകൾ എന്ന്. നിങ്ങൾ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മളൊരു പ്ലേറ്ററിൻ്റെ ഒരു സർഫസിനെ നമ്മളിങ്ങനെ പല 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 സർക്കുലർ ഷേപ്പുകളിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പല ഡിവിഷൻസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ആ ഓരോ സർക്കുലർ ഡിവിഷനെയും നമുക്ക് ട്രാക്ക് എന്ന് പറയാം. അപ്പം നമ്മൾ നോക്കി ആ ഏറ്റവും ഔട്ടറിലുള്ള ആ സർക്കുലർ ഡിവിഷൻ നമ്മൾ ട്രാക്ക് 0 എന്ന് പറയും. അടുത്തത് ട്രാക്ക് 1, ട്രാക്ക് 2, അകത്തോട്ട് ട്രാക്ക് 3, അങ്ങനെ പോകും. ഈ സർക്കുലർ ഡിവിഷൻസിനെ, നമ്മുടെ പ്ലേറ്റേഴ്സിലുള്ള സർക്കുലർ ഡിവിഷൻസിനെ വിളിക്കുന്ന പേരാണ് ട്രാക്ക്. ഇനി നമുക്ക് എന്താണ് ട്രാക്ക് സെക്ടർ എന്നുള്ളത് നോക്കാം. എ സെക്ടർ ഈസ് എ സബ് ഡിവിഷൻ ഓഫ് എ ട്രാക്ക് ഓൺ എ മാഗ്നറ്റിക് ഡിസ്ക്. ഒരു ഡിസ്കിൻ്റെ ഒരു ട്രാക്കിലുള്ള സബ് ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ഒരു സെക്ടർ എന്ന്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആ ഫിഗറിൽ കാണാൻ പറ്റും, കുറേ ട്രാക്കുകളുണ്ട്. ആ ട്രാക്കിലെ വീണ്ടും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സബ് ഡിവിഷൻസ് ആയിട്ടല്ലേ. അതിലുള്ള ആ ഒരു സബ് ഡിവിഷനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? സെക്ടർ. ഈച്ച് സെക്ടർ സ്റ്റോർസ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് യൂസർ ആക്സസിബിൾ ഡേറ്റ. അങ്ങനെയുള്ള ഓരോ സെക്ടറുകളിലും അത് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡേറ്റ ആയിരിക്കും ആ ഓരോ സെക്ടറിനകത്തും സ്റ്റോർ ചെയ്യപ്പെടുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഹാർഡ് ഡിസ്കുകളിൽ ഉപയോഗിക്കുന്നത് 512 ബൈറ്റ്സിൻ്റെ സെക്ടറുകളായിട്ടാണ്. അപ്പോൾ നമ്മുടെ ട്രാക്കുകളുടെ സബ് ഡിവിഷനുകളെ വിളിക്കുന്ന പേരാണ് സെക്ടർ. ആ ഓരോ സെക്ടറിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യും. സാധാരണഗതിയിൽ അത് ഉപയോഗിക്കുന്നത് 512 ബൈറ്റ്സ് സെക്ടറുകളായിട്ടാണ്. ഇനി നമുക്ക് എന്താണ് ക്ലസ്റ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നോക്കാം. A cluster is the smallest logical amount of disk space that can be allocated to hold a file. ഒരു ഫയൽ ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന സ്മോളസ്റ്റ് ലോജിക്കൽ എമൗണ്ട് ഓഫ് ഡിസ്ക് സ്പേസിനെ വിളിക്കുന്ന പേരാണ് ക്ലസ്റ്റർ. അപ്പോൾ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സെക്ടേഴ്സ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു ഫയൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന ആ സ്പേസ്, ഡിസ്ക് സ്പേസ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാം, നമ്മൾ ആ ഗ്രീൻ കളറിൽ കാണുന്ന മൊത്തവും പാർട്ടിനെയും നമുക്ക് ട്രാക്ക് എന്നാണ് പറയുന്നത് അല്ലേ. അതിലുള്ള ഒരു ഡിവിഷൻ നമ്മൾ സെക്ടർ എന്ന് പറയും. ഇനി അങ്ങനെയുള്ള ഒരു 3 സെക്ടർ ചേർന്ന് ഒരു സ്പേസ്, ഒരു ഡിസ്ക് സ്പേസിനെ ഒരു ഫയലിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന അതിനെ വിളിക്കുന്ന പേരാണ് ക്ലസ്റ്റർ. അപ്പോൾ ട്രാക്ക്, സെക്ടർ ആൻഡ് ക്ലസ്റ്റർ. ഇനി നമ്മളിപ്പോൾ പ്ലേറ്ററും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമാണ് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത കമ്പോണൻറ്റിനെ കുറിച്ച് പറയുന്നു. അത് സ്പിൻഡിൽ മോട്ടോർ എന്ന് പറയുന്ന കമ്പോണൻ്റാണ്. ദ സ്പിൻഡിൽ കീപ്സ് ദ പ്ലാറ്റേഴ്സ് ഇൻ പൊസിഷൻ ആൻഡ് റൊട്ടേറ്റ്സ് ദം ആസ് റിക്വയർഡ്. The revolution per minute rating determines how fast data can be written to and read from the hard drive. അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റേഴ്സ് ഇങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിലുള്ള സാധനമാണ്, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അത് റൊട്ടേറ്റ് ചെയ്യിക്കുന്ന, അതായത് നമ്മുടെ പ്ലേറ്റേഴ്സിനെ പൊസിഷൻ ചെയ്യുകയും റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മോട്ടറിനെ വിളിക്കുന്ന പേരാണ് സ്പിൻഡിൽ മോട്ടർ. അപ്പോൾ നമ്മുടെ പ്ലേറ്റേഴ്സ് ഈ സ്പിൻഡിൽ മോട്ടറിലാണ് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്ലേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലി കുക്കറിൻ്റെ തട്ട് പോലെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് അതെടുത്ത് ഫിക്സ് ചെയ്യും. അതിൻ്റെ ആ സെൻറ്ററിലുള്ള കമ്പി ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇവിടുത്തെ സ്പിൻഡിൽ മോട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്പിൻഡിൽ മോട്ടറാണ് നമ്മുടെ പ്ലേറ്റേഴ്സിനെ പൊസിഷൻ ചെയ്യുന്നതും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യിക്കുന്നതും. ഈ റൊട്ടേഷൻ, ആ റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ RPM എന്ന് പറയുന്നത്. അതായത് എത്ര ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യുന്നത്, എന്തുമാത്രം ഫാസ്റ്റിൽ ആ ഹാർഡ് ഡിസ്കിനകത്തേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും കഴിയും എന്നുള്ളത് ഈ സ്പിൻഡിൽ മോട്ടറിൻ്റെ റൊട്ടേഷൻ വെച്ചാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിനാണ് നമ്മൾ RPM, റെവല്യൂഷൻസ് പെർ മിനിറ്റ് എന്ന് പറയുന്നത്. അടുത്ത കമ്പോണൻ്റാണ് റീഡ് റൈറ്റ് ഹെഡ് എന്ന് പറയുന്നത്. The read-write arms controls the movement of the read-write head. അപ്പോൾ അവിടെ നിങ്ങൾ ആ ഫിഗറിൽ കാണാം,
ആ റീഡ് റൈറ്റ് ഹെഡ് എന്ന് പറയുന്നതിൻ്റെ അറ്റത്ത് ആ മുന പോലെ ഇരിക്കുന്ന ഭാഗത്തെയാണ് റീഡ് റൈറ്റ് ഹെഡ് എന്ന് പറയുന്നത്. അത് ഒരു റീഡ് റൈറ്റ് ആമിനകത്താണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ തന്നെ കാണാൻ കഴിയും, ആ ആമിലാണ് ഇത് ഫിക്സ് ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആമാണ് റീഡ് റൈറ്റ് ഹെഡിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത്. which do the actual reading and writing on the disk platters by converting the magnetic surface into an electric current. അപ്പോൾ നമ്മൾ ഈ പ്ലേറ്ററിലുള്ള മാഗ്നറ്റിക് സർഫസിൽ ഒരു ഇലക്ട്രിക് കറണ്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ഡേറ്റ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഈ റീഡ് റൈറ്റ് ഹെഡാണ്. ദ ആം മേക്ക് ഷുവർ ദ ഹെഡ്സ് ആർ ഇൻ റൈറ്റ് പൊസിഷൻ ബേസ്ഡ് ഓൺ ദ ഡേറ്റ ദാറ്റ് നീഡ്സ് ടു ബി ആക്സസ്ഡ് ഓർ റിട്ടേൺ. അപ്പോൾ നമ്മൾ ഈ ആമിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹെഡിനെ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ആൾസോ നോൺ ആസ് ദ ഹെഡ് ആം ഓർ ആക്ച്വേറ്റർ ആം. ഇതിനെ നമ്മൾ ആക്ച്വേറ്റർ ആമെന്നോ ഹെഡ് ആമെന്നോ ഒക്കെ വിളിക്കും. ഈ ആമിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഹെഡിനെ കറക്റ്റായിട്ടുള്ളൊരു പൊസിഷനിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ദർ ഇസ് ടിപ്പിക്കലി വൺ റീഡ് റൈറ്റ് ഹെഡ് ഫോർ എവരി പ്ലേറ്റർ സൈഡ്. ഓരോ പ്ലേറ്റർ സൈഡിനും ഓരോ റീഡ് റൈറ്റ് ഹെഡ് വെച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു പ്ലേറ്ററേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ അപ്പർ സർഫസിനും ലോവർ സർഫസിനും വേണ്ടി ഓരോ റീഡ് റൈറ്റ് ഹെഡ് കാണും. ഇപ്പോൾ 2 പ്ലേറ്റർ ഉണ്ടെങ്കിലോ 4 റീഡ് റൈറ്റ് ഹെഡ് കാണും. അതായത് ഓരോ പ്ലേറ്റർ സൈഡിനും വേണ്ടിയിട്ട് ഓരോ റീഡ് റൈറ്റ് ഹെഡ് സാധാരണഗതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇതാണ് റീഡ് റൈറ്റ് ഹെഡ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ആക്ച്വേറ്റർ എന്ന് പറയുന്ന കമ്പോണൻറ്റിനെ കുറിച്ച് നോക്കാം. The actuator or head actuator is a small motor that takes instructions from the drive's circuit board to control the movements of the read-write arm and supervise the transfer of data to and from the platter. അപ്പോൾ ഇത് ഒരു മോട്ടർ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റീഡ് റൈറ്റ് ഹെഡ് ഫിക്സ് ചെയ്തിരിക്കുന്ന ആം നമ്മൾ ഈ ആക്ച്വേറ്ററിലോട്ടാണ് നമ്മൾ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആമിൻ്റെ മൂവ്മെൻ്റാണ് ഈ ആക്ച്വേറ്റർ മോട്ടർ യഥാർത്ഥത്തിൽ ചെയ്യിക്കുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുറിങ് ദ റീഡ് റൈറ്റ് ഹെഡ്സ് ആർ ഇൻ എക്സാക്ട്ലി ദ റൈറ്റ് പ്ലേസ് അറ്റ് ഓൾ ടൈംസ്. അപ്പം ഈ കാര്യങ്ങളെ, അപ്പോൾ ആ ആമാണ് ഹെഡിനെ കറക്റ്റായിട്ട് ആ പ്ലേസിൽ കൊണ്ടുവയ്ക്കുന്നത്. ഈ ആമിനെ കൊണ്ട് ഈ ഫംഗ്ഷൻ ചെയ്യിക്കുന്നത് ഈ മോട്ടറാണ്. അപ്പോൾ ആക്ച്വേറ്ററിൻ്റെ ഫിഗറാണ് നിങ്ങൾ കാണുന്നത്. ആ ആക്ച്വേറ്ററിനകത്തേക്ക് നമ്മുടെ റീഡ് റൈറ്റ് ആം ഫിക്സ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ ആ രണ്ടാമത്തെ ഫിഗറിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ റീഡ് റൈറ്റ് ആമിനെ കറക്റ്റായിട്ട് മൂവ് ചെയ്യിക്കുക എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മുടെ ആക്ച്വേറ്റർ എന്ന് പറയുന്ന മോട്ടർ ചെയ്യുന്നത്. ഇതല്ലാതെയും ചില കമ്പോണൻറ്റുകൾ നമ്മുടെ ഹാർഡ് ഡിസ്കിനകത്തുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. Casing on the outside of the hard disk that holds all of the components together. അപ്പോൾ ഇതെല്ലാം കൂടെ പുറത്തൊരു കേസിനകത്തിട്ടാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ, നമുക്കറിയാം. The front end circuit board controls input and output signal in tandem with the ports at the end of the drive. അപ്പോൾ നമ്മളിവിടെ അതിലേക്ക് വരുന്ന സിഗ്നലുകളെയും പോകേണ്ട സിഗ്നലുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സർക്യൂട്ട് ബോർഡ് ഉണ്ടാവും. നമ്മൾ ഹാർഡ് ഡിസ്ക് എടുത്ത് നോക്കിയാൽ അതിൻ്റെ സൈഡിലായിട്ട് ആ ബോർഡ് നമുക്ക് കാണാൻ പറ്റും. ഒരു സൈഡിൽ ഇറ്റ് ഹാസ് 1 port ഫോർ എ പവർ സപ്ലൈ ആൻഡ് 1 port ഫോർ ട്രാൻസ്ഫറിങ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ആൻഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഇവിടെ ഈ സർക്യൂട്ട് ബോർഡ് കാണും. സർക്യൂട്ട് ബോർഡിനോട് ചേർന്ന് 2 പോർട്ടുകൾ കാണും. ഒരു പോർട്ട് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള പോർട്ടും അടുത്ത ഒരു പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോർട്ടുമായിരിക്കും. ഇങ്ങനെ 2 പോർട്ടുകളും അതിനോടൊപ്പം കാണും. ഇനി നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഇനി ഹാർഡ് ഡിസ്ക് ഡേറ്റ ഈസ് റിട്ടൺ ഓൺ ദ റൊട്ടേറ്റിംഗ് പ്ലേറ്റേഴ്സ് ബൈ ദ റീഡ് റൈറ്റ് ഹെഡ്. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന പ്ലേറ്ററുകൾക്കകത്ത് അതിൻ്റെ സർഫസിൽ റീഡ് റൈറ്റ് ഹെഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡേറ്റ റൈറ്റ് ചെയ്യുന്നത്. ദ ഹെഡ്സ് ആർ നോട്ട് ഇൻ ആക്ച്വൽ കോണ്ടാക്ട് വിത്ത് ദ ഡിസ്ക്. They are actually slightly above the magnetic surface of the platter. അതിൽ ടച്ച് ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ. അതിൽ നിന്നൊരു ചെറിയ ഡിഫറൻസിലാണ് നമ്മുടെ ഈ ഹെഡ് നിൽക്കുന്നത്. ദ ഹെഡ് ഡിറ്റക്ട്സ് ദ മാഗ്നറ്റൈസേഷൻ ഓഫ് ദ പ്ലേറ്റർ റൈറ്റ് ബിലോ ദം. ഈ ഹെഡാണ് നമ്മുടെ പ്ലേറ്ററിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നത്.
The surface is divided into micro-sized areas known as magnetic domain. അപ്പോൾ ആ സർഫസ് ഇങ്ങനെ കുറേ ചെറിയ മൈക്രോ സൈസ്ഡ് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ മാഗ്നറ്റിക് ഡൊമൈനുകൾ എന്ന് പറയും. ഈച്ച് മാഗ്നറ്റിക് ഡൊമൈൻ ഹാസ് എ മാഗ്നറ്റിക് ഡൈപോൾ വിച്ച് ഹാസ് ദെയർ ഓൺ ഫീൽഡ്. ഓരോ മാഗ്നറ്റിക് ഡൊമൈനിനും അതിൻ്റേതായിട്ടുള്ള മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ടാവും, അതിൻ്റേതായ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. The right head read or write by magnetizing the area. അപ്പോൾ ഈ ഏരിയാസിനെ മാഗ്നറ്റൈസ് ചെയ്തുകൊണ്ടാണ് ഇത് റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇറ്റ് ജനറേറ്റ്സ് എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഫോർ ദിസ് പർപ്പസ്. അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ മാഗ്നറ്റിക് മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ മാഗ്നറ്റൈസ് ചെയ്തുകൊണ്ട് ഈ റീഡ് റൈറ്റ് ഹെഡ് അതിൽ കിട്ടുന്ന സിഗ്നലുകൾക്ക് ഇലക്ട്രിക് പൾസസിനനുസരിച്ചുകൊണ്ട് ആ പർട്ടിക്കുലർ ഏരിയാസിനെ മാഗ്നറ്റൈസ് ചെയ്തുകൊണ്ടാണ് റീഡിങ്ങും റൈറ്റിങ്ങും ഏതിനകത്ത് നടക്കുന്നത്, ഹാർഡ് ഡിസ്കിനകത്ത് നടക്കുന്നത്. ഇനി നമുക്ക് ഈ ഹാർഡ് ഡിസ്കിൻ്റെ പോർട്ടുകളെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, സർക്യൂട്ട് ബോർഡിൻ്റെ അകത്തേക്ക് സർക്യൂട്ട് ബോർഡിൻ്റെ സൈഡിൽ 2 കണക്ടേഴ്സ് ഉണ്ടാവും. ഒരു ഡേറ്റ കണക്ടറും ഉണ്ടാവും, ഒരു പവർ കണക്ടറും ഉണ്ടാവും അല്ലേ. ഒന്ന് പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഡേറ്റ ട്രാൻസ്ഫറിങ്ങിനും വേണ്ടിയിട്ട് 2 പോർട്ടുകളാണ് ഹാർഡ് ഡിസ്കിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്കിൽ ഇത്തരത്തിലുള്ള പോർട്ടുകൾ നമുക്ക് പ്രധാനമായിട്ടും 2 ടൈപ്പിലുള്ള പോർട്ടുകളിലുള്ള ഹാർഡ് ഡിസ്കുകളാണ് നമുക്ക് കാണപ്പെടുന്നത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടൈപ്പിലുള്ള ഹാർഡ് ഡിസ്ക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിന് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ് IDE പോർട്ടിലുള്ള ഹാർഡ് ഡിസ്കുകളെന്ന് പറയും. അപ്പോൾ IDE ഈസ് ആൻ ഇൻ്റർഫേസ് സ്റ്റാൻഡേർഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1986. 86-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റാൻഡേർഡാണ്. It is for connection of storage devices such as hard disk drivers, solid state devices, CD, DVD തുടങ്ങിയ ഡ്രൈവുകൾ തുടങ്ങിയവയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IDE പോർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പഴയ ടൈപ്പിലുള്ള ഹാർഡ് ഡിസ്കുകൾ ഈ IDE പോർട്ടുകൾ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ആൻഡ് IDE ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് റേഞ്ചസ് ഫ്രം 100 Mbps to 133 MB/s. അപ്പോൾ 100 മുതൽ 133 വരെ MB/s ആണ് ഇതിൻ്റെ ഒരു ഡേറ്റ ട്രാൻസ്ഫറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാരലൽ കണക്ടർ. നമുക്ക് കാണാം, ഒരു പാരലൽ കണക്ടറാണ്. ഇറ്റ് ഗീവ്സ് സ്ലോവർ പെർഫോമൻസ് ആൻഡ് ഡസ് നോട്ട് സപ്പോർട്ട് ഹോട്ട് പ്ലഗിങ്. ഹോട്ട് പ്ലഗിങ്ങിനെ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് കണക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇറ്റ് ഈസ് ആൻ ഓൾഡർ കൺസെപ്റ്റ്. അതൊരു പഴയ കൺസെപ്റ്റാണ്. നിങ്ങൾ ഹാർഡ് ഡിസ്കിൻ്റെ സൈഡിൽ കാണുന്ന പോർട്ടാണ് നിങ്ങൾ ആദ്യത്തെ ഫിഗറിൽ കാണുന്നത്. അവിടെ ആ ഡേറ്റ കണക്ടർ എന്നുള്ളിടത്താണ് ഡേറ്റ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ടുള്ള കേബിള് കണക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ പവർ കണക്ടറിൽ നമ്മുടെ SMPSൽ നിന്നുള്ള പവർ കണക്ട് ചെയ്യും. ആ ഡേറ്റ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കേബിളാണ് നിങ്ങൾ രണ്ടാമത്തെ ഫിഗറിൽ കാണുന്നത്. അപ്പോൾ ആ കേബിളിൻ്റെ ഒരെൻഡ് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിലുള്ള ആ ഡേറ്റ കണക്ടറിലേക്കും മറ്റേ എൻഡ് നമ്മുടെ മദർ ബോർഡിനകത്ത് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ ആ IDE പോർട്ട് കണക്ട് ചെയ്യാനുള്ള പ്രൊവിഷനാണ് നിങ്ങളുടെ മൂന്നാമത്തെ ഫിഗറിൽ കാണുന്നത്. അപ്പോൾ ഈ കേബിളിൻ്റെ ഒരെൻഡ് നമ്മുടെ ആ ഹാർഡ് ഡിസ്കിൻ്റെ പോർട്ടിലേക്കും മറ്റേ എൻഡ് ആ മദർ ബോർഡിൻ്റെ പോർട്ടിലേക്കും നമ്മൾ കണക്ട് ചെയ്യും. അടുത്ത ടൈപ്പിലുള്ള ഒരു കണക്ടിവിറ്റിയാണ് സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന SATA. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്കുകളൊക്കെ തന്നെ മിക്കവാറും ഈ ടൈപ്പിലുള്ള ഹാർഡ് ഡിസ്കുകളായിരിക്കും. SATA is a computer bus interface or standard hardware interface introduced in the year 2003. It connects hard drives, solid state drives and CD/DVD drives to the computer. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡിവൈസുകളൊക്കെ തന്നെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് വെച്ചിട്ടായിരിക്കും. ഇൻ SATA, data transfer speed ranges from 150 Mbps MB/s for SATA 1 and 300 MB/s for SATA 2. It is a serial connector. നേരത്തെ പറഞ്ഞ IDE ടൈപ്പ് പാരലൽ കണക്ടർ ആയിരുന്നുവെങ്കിൽ ഇതൊരു സീരിയൽ കണക്ടറാണ്. കാരണം നിങ്ങൾക്കത് കാണാൻ പറ്റും, മറ്റതിനകത്ത് കുറേ അധികം പിന്നുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പാരലൽ കണക്ടറാണ്, ഇതൊരു സീരിയൽ കണക്ടറാണ്. ഇറ്റ് ഗീവ്സ് ഫാസ്റ്റർ പെർഫോമൻസ് വിത്ത് സപ്പോർട്ട് ഓഫ് ഹോട്ട് പ്ലഗിങ്. ഹോട്ട് പ്ലഗിങ് സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പാണ്. ഒരു പുതിയ കൺസെപ്റ്റാണ്. IDEയേക്കാളും ബെറ്ററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഇതിൻ്റെ പോർട്ടുകളാണ് ആ ഒന്നാമത്തെ ഹാർഡ് ഡിസ്കിൻ്റെ ഫിഗറിൽ കാണുന്നത്. ഒരു ഡേറ്റ പോർട്ടും കാണും, ഒരു പവർ പോർട്ടും കാണും.
ഈ ടൈപ്പിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കേബിളാണ് നിങ്ങൾ രണ്ടാമത്തെ ഫിഗറിൽ കാണുന്നത്. ഇതിൻ്റെ മദർ ബോർഡിലുള്ള പോർട്ടുകൾ നിങ്ങളുടെ മൂന്നാമത്തെ ഫിഗറിലും കാണും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്കുകളൊക്കെ തന്നെ ഈ സാറ്റ ടൈപ്പിലുള്ള ഹാർഡ് ഡിസ്കുകളായിരിക്കും. ഇനി നമുക്ക് എന്താണ് ഡിസ്ക് പാർട്ടീഷനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഡിസ്ക് പാർട്ടീഷനിങ് is the creation of one or more regions on secondary storage so that each region can manage separately. അപ്പോൾ നമുക്കൊരു സ്പേസ് ഉണ്ട്, മൊത്തത്തിൽ ഒരു ഹാർഡ് ഡിസ്കിന് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള സൗകര്യാർത്ഥം നമ്മളിങ്ങനെ പല റീജിയണുകളായിട്ട് തിരിക്കും. ഈ റീജിയണുകളെ നമ്മൾ പാർട്ടീഷൻസ് എന്ന് പറയും. ഈ പ്രോസസ്സിനാണ് നമ്മൾ പാർട്ടീഷനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ സി ഡ്രൈവ്, ഡി ഡ്രൈവ്, ഇ ഡ്രൈവ് എന്നൊക്കെ കാണും. ഒരു ഹാർഡ് ഡിസ്കിൽ തന്നെയുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ചില റീജിയണുകളാണത്. അപ്പോൾ അങ്ങനെയുള്ള റീജിയണുകളെയാണ് പാർട്ടീഷനുകൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടിപ്പിക്കലി ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്രിപ്പയറിംഗ് ന്യൂലി ഇൻസോൾഡ് ഡിസ്ക് ബിഫോർ എനി ഫയൽ സിസ്റ്റം ഈസ് ക്രിയേറ്റഡ്. അപ്പം ഏതൊരു ഹാർഡ് ഡിസ്കും പുതിയ ഹാർഡ് ഡിസ്കും ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഈ പാർട്ടീഷനിങ് ആണ്. അതായത് ഏതെങ്കിലും ഒരു ഫയൽ സിസ്റ്റത്തിലാണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫയൽ സിസ്റ്റങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളതിനെ പാർട്ടീഷൻ ചെയ്ത് പല റീജിയനുകളാക്കി മാറ്റും. ദ ഡിസ്ക് സ്റ്റോർസ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ പാർട്ടീഷൻസ് ലൊക്കേഷൻ ആൻഡ് സൈസ് ഇൻ ആൻ ഏരിയ നോൺ ആസ് ദ പാർട്ടീഷൻ ടേബിൾ ദാറ്റ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റീഡ്സ് ബിഫോർ എനി അതർ പാർട്ട് ഓഫ് ദ ഡിസ്ക്. അപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്കിനകത്തുള്ള ഇത്തരത്തിലുള്ള റീജിയനുകളെ, അതായത് പാർട്ടീഷനുകളെ കുറിച്ചുള്ള ആ പാർട്ടീഷനുകളുടെ ലൊക്കേഷനും അതിൻ്റെ സൈസുമിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു വിവരം ഒരു പ്രത്യേക ഏരിയയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പാർട്ടീഷൻ ടേബിൾ എന്നാണ്. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ഹാർഡ് ഡിസ്കിനകത്തുള്ള വേറെ ഏതൊരു പാർട്ടും റീഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ പാർട്ടീഷൻ ടേബിളാണ് റീഡ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ പാർട്ടീഷനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇങ്ങനെയുള്ള റീജിയൻസ് ആയിട്ട് തിരിക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പോൾ ആദ്യം ഒരു പുതിയ ഹാർഡ് ഡിസ്ക് കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് ഈ പാർട്ടീഷനിങ് എന്ന് പറയുന്നതാണ്. അടുത്ത ഒരു പ്രോസസ്സാണ് ഡിസ്ക് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഡിസ്ക് ഫോർമാറ്റിംഗ് എന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് എ ഡേറ്റ സ്റ്റോറേജ് ഡിവൈസ് സച്ച് ആസ് എ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റോ വേറെ ഏതെങ്കിലും തരത്തിലൊക്കെ ഉള്ള ഡ്രൈവുകൾ ഫോർ ഇനിഷ്യൽ യൂസ്. ഒരു യൂസിന് വേണ്ടി അത് നമ്മൾ വാങ്ങി നമ്മൾ ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഇനിഷ്യൽ യൂസിന് വേണ്ടി അതിനെ തയ്യാറാക്കുന്ന പ്രോസസ്സ്, അതാണ് എന്തെന്ന് പറയുന്നത് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ സം കേസസ് ദ ഫോർമാറ്റിംഗ് ഓപ്പറേഷൻ മേ ആൾസോ ക്രിയേറ്റ് വൺ ഓർ മോർ ന്യൂ ഫയൽ സിസ്റ്റം. പുതിയ ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണിത്. The first part of the formatting process that performs basic medium preparation is often referred to as low level formatting. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഈ ബേസിക് മീഡിയത്തെ പ്രിപ്പയർ ചെയ്തെടുക്കണമെന്നാണ്. നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരു ഹാർഡ് ഡിസ്കിലാണ് നമ്മൾ ഫോർമാറ്റിംഗ് ചെയ്യുന്നതെങ്കിൽ അത് ആ ബേസിക് മീഡിയം അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സ്, അതിന് നമ്മൾ ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയും. Partitioning is the common term for the second part of the process, making the data storage device visible to an operating system. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പാർട്ടീഷനിങ് നടക്കുന്നത്. അപ്പോഴാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അത് വിസിബിളായി മാറുന്നത്. The third part of the process, usually termed high level formatting, most often refers to the process of generating a new file system. അപ്പോൾ ഹൈ ലെവൽ ഫോർമാറ്റിംഗ് വരുമ്പോഴാണ് ഈ ഫയൽ സിസ്റ്റം ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി അതിനെ തയ്യാറാക്കുന്നത്. അപ്പോൾ ലോ ലെവൽ ഫോർമാറ്റിങ്ങിൽ അതിൻ്റെ മീഡിയം പ്രിപ്പയർ ചെയ്യും, പിന്നെ പാർട്ടീഷനിങ് ചെയ്ത് അതിനെ ഹൈ ലെവൽ ഫോർമാറ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഫയൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടും. In some operating system, all or parts of these three processes can be combined or repeated at different levels, and the term format is understood to mean an operation in which a new disk medium is fully prepared to store files. അപ്പോൾ ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇതൊക്കെ കമ്പൈൻ ചെയ്ത് നടക്കുന്നുണ്ടാവും, ചിലതിൽ സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്നുണ്ടാവും. എന്തായാലും ഡിസ്ക് ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിയുമ്പോഴാണ് ഒരു മീഡിയം, ഒരു ഹാർഡ് ഡിസ്കിൻ്റെ മീഡിയം നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആകുന്നത്. ഇനി നമുക്ക് എന്താണ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് നോക്കാം. ഫയൽ സിസ്റ്റം
കൺട്രോൾസ് ഹൗ ഡേറ്റ ഈസ് സ്റ്റോർഡ് ആൻഡ് റിട്രീവ്ഡ്. എങ്ങനെയാണ് ആ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്, റിട്രീവ് ചെയ്യുന്നതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഫയൽ സിസ്റ്റമാണ്. Without a file system, data placed in a storage medium would be on large body of data with no way to tell where one piece of data stops and the next begins. ഈ ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ഡേറ്റ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബൾക്ക് സാധനം പോലെ ഇരിക്കും. എവിടെയാണിത് തുടങ്ങുന്നത് എവിടെ അവസാനിക്കുന്നു എന്നൊന്നും നമുക്ക് അറിയത്തില്ല. By separating the data into pieces and giving each piece a name, the data is easily isolated and identified. അങ്ങനെ പീസ് ആക്കി മാറ്റിയാലേ നമുക്കിതിനെ ഈസിലി ഐഡൻറ്റിഫൈ ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. അത് ചെയ്യുക എന്നുള്ളത് അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഫയൽ സിസ്റ്റമാണ്. The structure and logic rules used to manage the group of data and their names is called a file system. അപ്പം അതിനു വേണ്ടി ആ ഗ്രൂപ്പ്സ് ഓഫ് ഡേറ്റയെ നെയിം ചെയ്യുന്നതിനും മാനേജ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ലോജിക് റൂൾസിനെയാണ് എന്തെന്ന് പറയുന്നത് ഫയൽ സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിൻഡോസിനും ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുമൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഫയൽ സിസ്റ്റംസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വിൻഡോസിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങളാണ് ഫാറ്റ് 12, FAT 16, FAT 32, NTFS, EXFAT എന്നൊക്കെ പറയുന്നത്. അതായത് ഫയൽ അലോക്കേഷൻ ടേബിൾ എന്നുള്ളതാണ് FAT. അതിൻ്റെ പഴയ വെർഷനുകളാണ് ഈ FAT 12, 16, 32 എന്നൊക്കെ പറയുന്നത്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നതെല്ലാം NTFS എന്ന് പറയുന്നതാണ്, ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് FAT. ഇതിലേതെങ്കിലും ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ലിനക്സ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന കുറേ ഫയൽ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. EXT, EXT2, 3, 4, JFS, XFS, RaiserFS, BTRFS, സ്വാപ്പ് തുടങ്ങിയ തുടങ്ങിയ ഫയൽ സിസ്റ്റങ്ങൾ. അപ്പോൾ ഈ ഫയൽ സിസ്റ്റങ്ങളൊക്കെ എന്താണെന്നും അതിൻ്റെ ഉപയോഗമൊക്കെ നമ്മൾ ഡീപ്പായിട്ട് നോക്കണ്ട. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു പേരുകൾ മാത്രം നമ്മൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഫയൽ സിസ്റ്റങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ പാർട്ടീഷനിങ് ഫോർമാറ്റിംഗ് കഴിയുമ്പോൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ ഒരു ഹാർഡ് ഡിസ്കിനെ നമ്മൾ പറഞ്ഞു, പുതിയ ഒരു ഹാർഡ് ഡിസ്ക് നമ്മൾ പാർട്ടീഷൻ ചെയ്ത് ഫോർമാറ്റ് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ച് ഇപ്പോൾ വിൻഡോസിനായിരുന്നാലും ലിനക്സിനായിരുന്നാലും വേറെ ഫയൽ സിസ്റ്റങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചുള്ള പാർട്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനനുസരിച്ചുള്ള പാർട്ടീഷൻസ് ആ ഫയൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ളത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ സാധാരണഗതിയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ പാർട്ടീഷൻ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഫോർമാറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള പ്രൊവിഷൻസ് ആ ഇൻസ്റ്റലേഷൻ ടൈമിൽ തന്നെ നമുക്ക് കിട്ടും. എന്നാൽ വിൻഡോസിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത് വച്ചിരിക്കുന്നാൽ ആ ഹാർഡ് ഡിസ്കിനെ പിന്നെയും നമുക്ക് പലതരത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടീഷനിങ്ങും ഫോർമാറ്റിങ്ങും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില യൂട്ടിലിറ്റികൾ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ഒരു യൂട്ടിലിറ്റിയാണ് ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്ക് മാനേജ്മെൻറ്റ് ഈസ് എ മൈക്രോസോഫ്റ്റ് വിൻഡോസ് യൂട്ടിലിറ്റി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിൻഡോസ് XP ആസ് എ റീപ്ലേസ്മെൻറ്റ് ഫോർ ദ FDisk കമാൻഡ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വിൻഡോസ് വെർഷനുകളിൽ, ഇപ്പോൾ 98 അങ്ങനെയൊക്കെയുള്ള വെർഷനുകളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് FDisk എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ പാർട്ടീഷനിങ് ഒക്കെ ചെയ്തിരുന്നത്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് XP മുതൽ ഇങ്ങോട്ട് വന്ന ഒരു പുതിയ യൂട്ടിലിറ്റിയാണ് ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇനേബിൾ യൂസേഴ്സ് ടു വ്യൂ ആൻഡ് മാനേജ് ദ ഡിസ്ക് ഡ്രൈവ്സ് ഇൻസ്റ്റാൾഡ് ഇൻ ദെയർ കമ്പ്യൂട്ടർ ആൻഡ് ദ പാർട്ടീഷൻസ് അസോസിയേറ്റഡ് വിത്ത് ദോസ് ഡ്രൈവ്സ്. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഹാർഡ് ഡ്രൈവുകളെക്കുറിച്ചും ആ ഹാർഡ് ഡ്രൈവുകളുടെ പാർട്ടീഷനുകളെക്കുറിച്ചും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിവിധ തരത്തിലുള്ള ഓപ്പറേഷൻസ് അത് മാനേജ് ചെയ്യുന്നതിനും വേണ്ടി സഹായിക്കുന്ന ഒരു യൂട്ടിലിറ്റിയാണ്, വിൻഡോസിലുള്ള ഒരു യൂട്ടിലിറ്റിയാണ് ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള പാർട്ടീഷൻസാണ്. ഇപ്പോൾ വിൻഡോസിൽ ഉപയോഗിക്കുന്ന പോലെ അല്ല ലിനക്സിലുള്ള പാർട്ടീഷൻസ് അല്ലെങ്കിൽ അതിലെ ഫയൽ സിസ്റ്റങ്ങൾ. അപ്പോൾ ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി വിൻഡോസിനകത്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാർട്ടീഷനുകൾക്ക് വിവിധ തരത്തിലുള്ള അതിനകത്ത് വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി
അല്ലെങ്കിൽ അത് നമുക്ക് കാണാനും എന്തൊക്കെയാണ് അതിൽ മാറ്റങ്ങൾ വരുത്താനും ഒക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂട്ടിലിറ്റിയാണ് ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഡിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെർച്ച് പ്രോഗ്രാംസ് ആൻഡ് ഫയൽസ് എന്നുള്ള സ്ഥലത്ത് കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ആ കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് വിൻഡോ ഓപ്പൺ ചെയ്ത് കിട്ടും. അതിനകത്തു നിന്നാണ് നമ്മൾ ഡിസ്ക് മാനേജ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്ക് മാനേജ്മെൻറ്റിനകത്ത് വിവിധ തരത്തിലുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ അവിടെ കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് കിട്ടി. ഈ കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണപ്പെടുന്ന വിൻഡോയ്ക്കകത്ത് ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന യൂട്ടിലിറ്റി ഓപ്പൺ ചെയ്ത് കിട്ടും. ഡിസ്ക് മാനേജ്മെൻറ്റ് യൂട്ടിലിറ്റി ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്കിനകത്തുള്ള വിവിധ പാർട്ടീഷനുകളും ആ പാർട്ടീഷനുകളിൽ നമ്മൾ കാണുന്ന അതിൻ്റെ ഓരോ പാർട്ടീഷൻ്റെയും സൈസും അതിൻ്റെ പേരും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇതിനകത്ത് സി എന്നും ഡി എന്നും ഇ എന്നും ഒക്കെ ഉള്ള പാർട്ടീഷൻസ് ഉണ്ട്. അവസാനം ഒരു 22.92 GB അൺഅലോക്കേറ്റഡ് സ്പേസ് കിടക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു അൺഅലോക്കേറ്റഡ് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊരു പുതിയ പാർട്ടീഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പാർട്ടീഷനിൽ പോയിട്ട് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യും. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ സിമ്പിൾ വോളിയം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. ആ വിൻഡോയ്ക്കകത്ത് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാക്സിമം സൈസ് കാണിക്കും. അതിൽ നിന്ന് എത്രയാണ് നമുക്ക് പുതിയ വോളിയത്തിന് വേണ്ടതെന്ന് ചോദിക്കും. ഇവിടെ ഞാനിപ്പോൾ മാക്സിമം വോളിയവും പുതിയ വോളിയത്തിന് വേണ്ടി സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ലെറ്റർ ഏതാണ് അസൈൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇനി വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഫയൽ സിസ്റ്റം പറയും. ഫയൽ സിസ്റ്റം ഇപ്പോൾ നമ്മൾ NTFS ആണ് ചെയ്യുന്നത്. അലോക്കേഷൻ യൂണിറ്റ് സൈസ് ചോദിക്കും. അതിൽ പല സൈസുകൾ കാണും. നമ്മൾ ഡിഫോൾട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വോളിയം ലേബൽ വേണമെങ്കിൽ ആ വോളിയം ലേബൽ നമ്മുടെ ആ പാർട്ടീഷന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള വോളിയം ലേബൽ ഞാനിപ്പോൾ ഇവിടെ ബാക്കപ്പ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ അൺഅലോക്കേറ്റഡ് സ്പേസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ മാക്സിമം സ്പേസ് വെച്ചാണ് പുതിയ ഒരു വോളിയം ഉണ്ടാക്കിയത്. അപ്പോൾ ആ പുതിയ വോളിയം അതേപോലെ അവിടെ വരുന്നത് കാണാം. കണ്ടോ, ഇപ്പോൾ ഫോർമാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കപ്പ് എന്ന ലേബലുള്ള ഒരു പുതിയ പാർട്ടീഷൻ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ ആ പാർട്ടീഷൻ നമ്മൾ എടുത്ത് നോക്കിയാൽ നമ്മുടെ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കണ്ട ബാക്കപ്പ് എന്ന് പറഞ്ഞ് പുതിയ ഒരു പാർട്ടീഷൻ കിട്ടുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഈ ഡിസ്ക് മാനേജ്മെൻറ്റിനകത്ത് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കാര്യമാണ്, നമുക്കിപ്പോൾ ഒരു പാർട്ടീഷൻ ഉണ്ട്, ഡി എന്ന് പറയുന്ന ഒരു പാർട്ടീഷൻ. കണ്ടോ, അപ്പോൾ ആ ഡി എന്ന് പറയുന്ന പാർട്ടീഷനിൽ 87.8 GB ആണ് ആ പാർട്ടീഷൻ. അപ്പം ഞാൻ ഈ പാർട്ടീഷനെ ഒന്ന് 2 പാർട്ടീഷനാക്കി മാറ്റാൻ പോവുകയാണ്. ആ പ്രോസസ്സ് നമ്മൾ ഷ്രിങ്കിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഷ്രിങ്കിങ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡി എന്ന് പറയുന്ന പാർട്ടീഷനെ ഷ്രിങ്ക് ചെയ്യാൻ പോവുകയാണ്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷ്രിങ്ക് വോളിയം കൊടുക്കുക. അപ്പോൾ നമുക്ക് ഷ്രിങ്ക് ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. കണ്ടോ, അപ്പോൾ ടോട്ടൽ സൈസ് കാണിക്കും. എത്രയാണ് നമുക്ക് ഷ്രിങ്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കും. ഇപ്പോൾ ഷ്രിങ്ക് ചെയ്യേണ്ട എമൗണ്ട് ഞാൻ അവിടെ കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഷ്രിങ്ക് ചെയ്യേണ്ടത് ഞാനൊരു 45,000 MB ആണ് ഷ്രിങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പകുതിയോളം ഷ്രിങ്ക് ചെയ്യാൻ പോവുകയാണ്. ഷ്രിങ്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡി എന്നുള്ളതിനെ കണ്ടോ, അത് 45 അതിൽ 3.95 GB ആണ് വന്നിട്ടുള്ളത്. അതും അപ്പുറത്ത് അൺഅലോക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസും കാണിക്കും. അതിനെ വീണ്ടും നമ്മൾ നേരത്തെ പുതിയ വോളിയം ക്രിയേറ്റ് ചെയ്തതുപോലെ ഒരു വോളിയം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഡി എന്ന് പറയുന്ന പാർട്ടീഷൻ ഇപ്പോൾ നമുക്കിവിടെ 2 പാർട്ടീഷനാക്കി മാറ്റാൻ പറ്റുന്നതായിട്ട് കാണാം. കണ്ടോ, ഇപ്പോൾ 2 പാർട്ടീഷനായി. പുതിയൊരു വോളിയം കൂടെ ഡിക്കകത്ത് വന്നു. അങ്ങനെ ഒരു നിലവിലുള്ള ഒരു പാർട്ടീഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഷ്രിങ്ക് ചെയ്ത് പുതിയ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഒരു വോളിയം ഡിലീറ്റ് ചെയ്യണമെങ്കിലോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് വോളിയം. അപ്പോൾ എന്ത് ചെയ്യും, ആ വോളിയം ഡിലീറ്റായി വീണ്ടും അൺഅലോക്കേറ്റഡ് സ്പേസ് ആയിട്ട് മാറുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വോളിയംസിനെ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിലീറ്റ് ചെയ്തുകൊണ്ട് പുതിയ അൺഅലോക്കേറ്റഡ് സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ അത് ഉണ്ടാക്കുകയും ചെയ്യാം. ഇനി നമുക്ക്
നിലവിലുള്ള ഒരു പാർട്ടീഷനെ എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മളവിടെ കാണുന്ന സി എന്ന് പറയുന്ന പാർട്ടീഷൻ, അതിനകത്ത് 24.3 GB ആണുള്ളത്. പക്ഷേ അത് വളരെ അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സി എന്ന് പറയുന്ന പാർട്ടീഷൻ്റെ അടുത്തൊരു അൺഅലോക്കേറ്റഡ് സ്പേസ് കിടപ്പുണ്ട്. കണ്ടോ, ഒരു 43.9 GB കിടപ്പുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇതിൻ്റെ കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണമെങ്കിൽ അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എക്സ്റ്റെൻഡ് വോളിയം കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട വോളിയം എത്രയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അതിൻ്റെ കൂടെ സിയുടെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് എത്രയാണ്. അപ്പോൾ നമുക്കിവിടെ എമൗണ്ട് ഓഫ് സ്പേസ് ഇൻ MB കണ്ടോ, അവിടെ ഞാനൊരു 20,000 MBയും കൂടെ സിയുടെ കൂടെ ചേർക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം സി എന്ന് പറയുന്നത് 43.9 മാറി. അവിടെ നിന്നൊരു 20,000 കൂടെ ഇങ്ങോട്ട് എടുത്തു, കണ്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തെല്ലാം ഇപ്പോൾ ചെയ്തു. ഒരു അൺഅലോക്കേറ്റഡ് സ്പേസിൽ പുതിയ ഒരു വോളിയം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ആ വോളിയം ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഒരു സ്പേസിനെ നമ്മൾ ഷ്രിങ്ക് ചെയ്ത് അൺഅലോക്കേറ്റഡ് സ്പേസ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി ഒരു വോളിയം, അതായത് ഒരു പാർട്ടീഷൻ അതിൻ്റെ സ്പേസ് പോരാൻ തോന്നിയപ്പോൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ആ പാർട്ടീഷൻ സൈസ് കൂട്ടുന്നത് എങ്ങനെയാണെന്നും കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ വിൻഡോസ് പ്ലാറ്റ്ഫോമിനകത്ത് പെർഫോം ചെയ്യുന്ന ഒരു ടൂളാണ് ഡിസ്ക് മാനേജ്മെൻറ്റ് ടൂൾ എന്ന് പറയുന്നത്.